ഫിൻലാൻഡിലത്തെ വീട് വരുന്നത്. പിന്നെ ഇതിൻ്റെ റേറ്റ് ഇന്ന് നമുക്കേ ഞങ്ങളുടെ ഫിൻലാൻഡിലെ വീട് കണ്ടാലോ? ബാ കാണിച്ചു തരാം. ഇതാണ് ഞാൻ സ്ഥലം വരുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് കേട്ടോ വീട് വരുന്നത്. ഇവിടെയാണ് നമ്മുടെ റൂം വരുന്നത്. മുകളിൽ വേറെ ഫാമിലി താമസിക്കുന്നുണ്ട്. പിന്നെ ഈ സൈക്കിള് ഇത് നമ്മുടെ ഇല്ലാത്ത ഇത് നമ്മൾ വന്നപ്പോൾ തൊട്ടോടെ ഉണ്ടായിരുന്നു. ആദ്യം വീട്ടിൽ പൂട്ടി ഒക്കെയാണ് സാധനം. പിന്നെ ഇതേ നമ്മുടെ പേരൊക്കെ ഉണ്ട്, രോഷിത അർജുൻ. ഇത് കോമൺ ആയിട്ട് എനിക്ക് തോന്നുന്ന എല്ലാ വീടുകളിലും ഇവിടെ ഉണ്ട് തോന്നുന്നുണ്ട്. ഈ ഒരു ഇവിടെയാണ് നമ്മൾ കോട്ടൊക്കെ ഊരി വയ്ക്കുക. ഇതിൻ്റെ മുകളിൽ ചെറിയൊരു സ്റ്റാൻഡ് ഉണ്ട്. അവിടെയാണ് ക്യാപ്പും സാധനങ്ങളൊക്കെ നമ്മൾ വെക്കുക. പിന്നെ ഇവിടെയാണ് ഷൂവും ചെരുപ്പുകളൊക്കെ ഊരി വയ്ക്കുന്നത്. പിന്നെ ഈ ഡോറ് തുറന്ന് വരുമ്പോൾ തന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് കിച്ചൺ വരുന്നത്. അതിൻ്റെ രണ്ട് സൈഡിലും നിറച്ച് കബോർഡുകളൊക്കെ ഉണ്ട്. അത് കാരണം നമുക്ക് നല്ല യൂസ്ഫുള്ളായിരുന്നു വന്നപ്പോൾ. പിന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ് ഇൻഡക്ഷൻ സ്റ്റൗ വരുന്നത്. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഗ്ലാസ്സുകളൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഷെൽഫുണ്ട്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ മസാലകളും സാധനങ്ങളൊക്കെ വെക്കണം. അതുപോലത്തെ തന്നെ റൈറ്റ് സൈഡിലും ഉണ്ട് മസാലകളൊക്കെ വെക്കാനായിട്ടൊരു ഷെൽഫ്. ഇതാണ് നമ്മുടെ ഫ്രിഡ്ജ് വരുന്നത്. ഡബിൾ ഡോർ ഫ്രിഡ്ജാണ്. ഫ്രിഡ്ജും ഇൻഡക്ഷൻ സ്റ്റൗവും ഒക്കെ നമുക്ക് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഈ സിങ്കിൻ്റെ മുകളിലുള്ള ഇവിടെയാണ് നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് മുകളിലാണ് എടുത്ത് വയ്ക്കുക. പിന്നെ ഈ വെള്ളം തന്നെയാണ് കേട്ടോ നമ്മൾ കുടിക്കാനൊക്കെ യൂസ് ചെയ്യണത്. സബോളയും ഉള്ളി സാധനങ്ങളൊക്കെ ഈ കബോർഡിലാണ് ഞങ്ങൾ വെക്കണേ. പിന്നെ മുകളിൽ നാട്ടിൽ നിന്ന് കൂടുന്ന ഹാൻഡ് ബാഗും സാധനങ്ങളൊക്കെ മുകളിലാണ് വെക്കണേ. ഇതാണ് നമ്മുടെ ഹോള് വരുന്നത്. ഹോൾ അത്യാവശ്യം വലിയ ഹോൾ തന്നെയാണ് കേട്ടോ. പിന്നെ ഈ സോഫയൊക്കെ നമ്മൾ ഇട്ടതാണ്, ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതാണ് ഹോളിൽ നിന്നുള്ളൊരു വ്യൂ വരുന്നത്. പിന്നെ ഹോളിൽ 2 ഹീറ്റർ വരുന്നുണ്ട്. പിന്നെ ആ സ്ലൈഡിങ് ഡോറ് തുറന്നു കഴിഞ്ഞാലാണ് നേരെ നമ്മുടെ റൂമിലേക്കാണ് പോകണത് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ റൂം കാണാം. ഇതാണ് ഞങ്ങളുടെ റൂം വരുന്നത് കേട്ടോ. ബെഡും സാധനങ്ങളൊന്നും ഇതിലുണ്ടായിരുന്നില്ല. ലൈറ്റ് ഉണ്ടായിരുന്നില്ല, അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഒരു ഹീറ്റർ വരുന്നുണ്ട്. പിന്നെ അവിടെ ഒരു വിൻഡോ വരുന്നുണ്ട് കേട്ടോ. ബെഡ്റൂമിൽ 3-4 കബോർഡുകളൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ നമ്മുടെ ഡ്രസ്സുകളും സാധനങ്ങളുമാണ് വെച്ചേക്കണത്. പിന്നെ ഇതാണ് ബാത്റൂം വരുന്നത്. ബാത്റൂമിൻ്റെ ഉള്ളിൽ ഒരു വാഷ് ബേസും വരുന്നുണ്ട്. വാഷ് ബേസിൻ്റെ മുകളിൽ മിററൊക്കെ ആയിട്ടുള്ളൊരു ചെറിയൊരു ഷെൽഫ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ എൻ്റെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫിൻലാൻഡിലത്തെ വീട് വരുന്നത്. പിന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു നാട്ടിലത്തെ ഒരു 50,000 രൂപയുടെ അടുത്താണ് നമ്മളിവിടെ പേ ചെയ്യണത്. അതിൽ നമുക്ക് ഇലക്ട്രിസിറ്റിയും പിന്നെ വാട്ടർ ബില്ലും എല്ലാം കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടാണ് ഒരു 50K ആണ് നമ്മളിവിടെ പേ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.